എന്താണ് യഥാർത്ഥ ദാരിദ്ര്യം? പണ്ട് ചൈനയിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത വൃദ്ധനായ ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു കുന്നിൻ മുകളിൽ ഒരു ചെറിയ വീട്ടിൽ പാർക്കുകയായിരുന്നു. മിക്കപ്പോഴും ധ്യാനത്തിലായിരുന്നു. ഒരിക്കൽ അതിൻ്റെ താഴ്വരയിൽ എത്തിയ ഒരു കള്ളൻ കുന്നിൻ മുകളിലെ ആ വീട് കണ്ടിട്ട് തനിക്ക് മോഷ്ടിക്കുവാൻ എന്തെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന് കരുതി രാത്രിയിൽ വളരെ കഷ്ടപ്പെട്ട് അവിടെ എത്തി. അയാൾ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നിരാശയോടെ പോകുവാൻ ഒരുങ്ങുമ്പോൾ വൃദ്ധനായ ആ തത്വചിന്തകൻ ഉണർന്നു. കള്ളനെ കണ്ട ഉടനെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുന്ന കള്ളനോട് അദ്ദേഹം പറഞ്ഞു, "നീ ഇവിടെ വന്നിട്ട് ഒന്നുമില്ലാതെ മടങ്ങിപ്പോകുന്നത് എനിക്ക് സങ്കടമാണ്. ഇതാ ഇതുകൂടി കൊണ്ടുപോകൂ" എന്ന് പറഞ്ഞ് തൻ്റെ മേൽവസ്ത്രമൂരി അയാൾക്ക് കൊടുത്തു. ആ കള്ളൻ ആകെ പരിഭ്രമിച്ചു പോയി. വേഗത്തിൽ അയാൾ സ്ഥലം വിട്ടു. ആ തത്വചിന്തകൻ പറഞ്ഞു, "പാവം, അയാൾ എത്ര ദരിദ്രനാണ്. ഇവിടെ ആരാണ് ദരിദ്രൻ? ആ കള്ളൻ ദരിദ്രനല്ല. മോഷ്ടിച്ച വസ്തുക്കൾ ധാരാളമായി അയാളുടെ പക്കലുണ്ട്. ഈ തത്വചിന്തകനാണ് ഒന്നുമില്ലാത്തത്. അപ്പോൾ അയാളല്ലേ യഥാർത്ഥ ദരിദ്രൻ?" എന്നാൽ ആ തത്വചിന്തകൻ കള്ളനെ നോക്കിയാണ് പറഞ്ഞത്, അയാൾ എത്ര ദരിദ്രനാണ് എന്ന്. ആരാണ് യഥാർത്ഥ ദരിദ്രൻ? ഭൗതിക വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെ അളന്നാൽ ഈ തത്വചിന്തകൻ തന്നെയാണ് ദരിദ്രൻ. എന്നാൽ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദാരിദ്ര്യം അവൻ്റെ മനസ്സിലാണ്. എത്രയെല്ലാം സമ്പാദിച്ചിട്ടും തൃപ്തി വരാത്ത മനസ്സ്. പോരാ പോരാ, ഇതാണ് അവൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നത്. എങ്ങനെയും അധാർമിക മാർഗങ്ങളിൽ കൂടിയായാലും വീണ്ടും വീണ്ടും വാരിക്കൂട്ടുവാനുള്ള വ്യഗ്രത അവൻ്റെ ദരിദ്രാവസ്ഥയല്ലേ വെളിപ്പെടുത്തുന്നത്? ആ വൃദ്ധനോ തൻ്റെ മേൽവസ്ത്രം പോലും ഒരു കള്ളന് കൊടുക്കുവാൻ സന്നദ്ധനാണ്. എത്ര വിശാലമായ മനസ്സ്! ആ കള്ളൻ്റെ ലോകത്തിൽ അവൻ മാത്രമേയുള്ളൂ. തനിക്ക് എത്രയും അധികം ഉണ്ടാവണം, ആർക്കെല്ലാം എത്ര ദാരിദ്ര്യമുണ്ടായാലും തനിക്ക് സമ്പന്നനായിരിക്കണമെന്ന ചിന്ത, അതല്ലേ ദാരിദ്ര്യം? എന്നാൽ ആ വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ലോകം വളരെ വിശാലമാണ്. അതിൽ താൻ നിസ്സാരനുമാണ്. മറ്റുള്ളവർ കള്ളന്മാർ പോലും ജീവിക്കട്ടെ, അതുകൊണ്ടാണ് തൻ്റെ മേൽവസ്ത്രം പോലും കൊടുക്കുവാൻ സന്നദ്ധനായത്. മനസ്സ് ദരിദ്രമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദരിദ്രമാകുന്നത്. ഭൗതിക വസ്തുക്കൾക്ക് നമ്മെ ധനികരോ ദരിദ്രരോ ആക്കുവാൻ കഴിയില്ല. നാം തന്നെയാണ് നമ്മെ ദരിദ്രരാക്കുന്നത്. ഇല്ലായ്മയിൽ ഉണ്മ കണ്ടെത്തുവാൻ യഥാർത്ഥ മാനസിക വളർച്ചയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ദരിദ്രരോ ഭൗതിക വസ്തുക്കളുടെ ധാരാളതയിലും യഥാർത്ഥ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഭൗതിക വസ്തുക്കളുടെ അളവിലല്ല, മാനസിക വിശാലതയിൽ സമ്പന്നരായിരിക്കുന്നതിന് നമുക്ക് സാധ്യമാവട്ടെ.